കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാർക്കിലും റെസ്റ്റോറൻറ്റിലും സ്ട്രീറ്റിലെല്ലാം പോകുമ്പോൾ കിട്ടുന്ന മസാലച്ചോളം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മിക്കവാറും എല്ലാവരും വാങ്ങി കഴിച്ചിട്ടുണ്ടാവൂലേ. ഇത് നമുക്ക് വീട്ടിൽ വളരെ ഫ്രഷായിട്ട് തയ്യാറാക്കാം. അതിനായി പാകത്തിന് മൂത്ത ചോളാണ് കേട്ടോ. പിന്നെ തക്കാളിയും സവാളയും ക്യാരറ്റും ചെറുനാരങ്ങയാണ്. ഒരു ചോളം മതി കേട്ടോ. ഇനി നമുക്ക് മല്ലിച്ചപ്പാണ് വേണ്ടത്. എനിക്ക് നല്ല മല്ലിച്ചപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ ആഫ്രിക്കൻ മല്ലി എടുത്തത് കേട്ടോ. നല്ല മല്ലിച്ചപ്പ് തന്നെ ചേർക്കണം. ഇനി നമുക്ക് കടലയാണ് കേട്ടോ വേണ്ടത്. വെള്ളക്കടലയോ കറുത്ത കടലയോ എടുക്കാം. തലേ ദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. അതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബട്ടറാണ് വേണ്ടത്. എനിക്ക് അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ കിട്ടിയത്. സാൾട്ടുള്ളതും ചിലപ്പോൾ കിട്ടാറുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറുമാണ്. എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല മല്ലിച്ചപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കണേ. ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കുമല്ലോ. ഇനി നമുക്ക് ഉപ്പിട്ട് ചോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഇതേപോലെ അടർത്തിയെടുക്കണം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോഴേ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോളം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തണുത്തപ്പോൾ ഒന്ന് ബലം വെച്ച പോലെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടുക. ഞാനിതിലേക്ക് ഒരു 2-3 സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ച് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. ഒന്ന് വീർത്ത് സോഫ്റ്റ് ആയിട്ട് വരും. കൂടുതലൊന്നും ഒഴിക്കണ്ട, ഡ്രൈ ആക്കുകയും ചെയ്യണ്ട കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കടലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺ അതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ. മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയുമാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഇനി നമുക്കതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പെല്ലാം പാകമുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മസാലച്ചോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ കഴിച്ച് നോക്കാൻ. ചോളം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.